ഹലോ, നിങ്ങൾ വേൾഡ്സ് ബെസ്റ്റ് എയർപോർട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ദാണ്ടെ ഇതാണ് ആ എയർപോർട്ട്. ചാങ്കി എയർപോർട്ട്, സിംഗപ്പൂർ. 2 സെക്ഷനായിട്ടാണ് ഈ എയർപോർട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് അകത്ത് കയറാനുള്ള ഒരു സ്പേസും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു വാട്ടർഫോൾ ഒക്കെ വെച്ചിട്ട് ഗാർഡൻ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസും. നമ്മൾ പാസ്പോർട്ട് ഒക്കെ സ്കാൻ ചെയ്ത് ഇനിഷ്യൽ പ്രോസസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് എയർപോർട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് തീരുമാനിച്ചു. ഇതിന്റെ അകത്ത് വന്നപ്പോഴത്തേക്കിനും നമ്മളൊരു ഫോറസ്റ്റിൽ വന്നൊരു ഫീലാണ്. പ്ലാന്റ്സും ട്രീസും ഒരു വാട്ടർഫോളും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു കാഴ്ച തന്നെ. ഇത്രയും വെൽ അറേഞ്ച്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടാവാം 2025ലെയും ബെസ്റ്റ് എയർപോർട്ട് എന്ന പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് ചാങ്കി എയർപോർട്ട് തന്നെയാണ്. 40 മീറ്റർ ഹൈറ്റ് വരുന്ന ഈ ഒരു വാട്ടർഫോൾ ആണ് വേൾഡ്സ് ടോളസ്റ്റ് ഇൻഡോർ വാട്ടർഫോൾ എന്നറിയപ്പെടുന്നത്. ഈ ഒരു വാട്ടർഫോളിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ റെയിൻ വാട്ടർ കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ ബിൽഡിംഗ് ഇന്റീരിയേഴ്സിനെ ഒന്ന് കൂൾ ചെയ്യുക എന്നൊരു ഫംഗ്ഷനാണ് ഈ ഒരു വാട്ടർഫോളിൻ്റേത്. ഷോപ്പിങ്ങിനും ഫുഡിങ്ങിനും ഒക്കെ പറ്റിയ ഡിഫറെൻറ്റ് സ്പേസസ് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല കുട്ടികൾക്കായിട്ട് കനോപ്പി പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കും ഇതിൻ്റെ റൂഫ് ടോപ്പിൽ അവൈലബിൾ ആണ്. ടെർമിനൽ 1 ആൻഡ് 2 കണക്ട് ചെയ്തുകൊണ്ട് ഒരു MRT സ്റ്റേഷനും ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലോട്ട് പോകുന്ന ഒരു മെട്രോ ആണ് ഇപ്പോൾ കണ്ടത്. ടോപ്പിലോട്ട് കയറുന്തോറും ആ ഒരു കാഴ്ചയുടെ ഭംഗി കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ക്രോസ് ഓവർ ബ്രിഡ്ജും ആ ഒരു മെട്രോയുടെ കാഴ്ചയും എല്ലാം ഒരു അടാറ് കാഴ്ച തന്നെ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ടോപ്പിലാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡിങ്ങിനും ഷോപ്പിങ്ങിനും ഒക്കെ പറ്റിയ ഒത്തിരി ഷോപ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അങ്ങനെ എയർപോർട്ടൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷമായിട്ട് നമ്മുടെ ഫ്ലൈറ്റിനുള്ള ടൈമായി. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ രാജ്യമായ വിയറ്റ്നാമിലേക്ക് നമ്മൾ പറക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്